ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഇക്കുറി വിജയശതമാനം 99.69. പരീക്ഷാ രീതിയിൽ അടുത്ത വർഷം മുതൽ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി VHSC പരീക്ഷാഫലങ്ങൾ നാളെ പ്രഖ്യാപിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിൽ റിപ്പോർട്ട് തേടി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69 ഇക്കുറി വിജയശതമാനം. 4,25,563 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 71,831 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുണ്ട്. 99.91% വിജയത്തോടെ കോട്ടയം ജില്ലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. വിജയശതമാനം ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലാണ്. 99.08 ജില്ലയിലെ വിജയശതമാനം. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിലാണ്. 4,934 പേർ ഇവിടെ A+ നേടി. ലക്ഷദ്വീപിൽ 97.19% പേർ വിജയിച്ചു. അടുത്ത വർഷം മുതൽ സംസ്ഥാനത്ത് SSLC പരീക്ഷാരീതിയിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തും. പരീക്ഷാരീതി മാറ്റുന്നത് ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം 30% മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം. അതായത് 40 മാർക്കിന്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും 12 മാർക്കും, 80 മാർക്കിന്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിന് 24 മാർക്കും നേടിയിരിക്കണം. അതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഫലം കണക്കാക്കുക. ഇതിനുവേണ്ടി വിവിധ മേഖലകളിലെ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ അത് നടന്നു വരുന്ന കാര്യമാണ്. SSLCയുടെ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 3 മാസത്തിനകം നൽകുവാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുകയാണ്. സംസ്ഥാനത്ത് SSLC പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ 15-ാം തീയതി വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 6 വരെ നടക്കും. +1 പ്രവേശനത്തിന് വേണ്ടി ഈ മാസം 16 മുതൽ അപേക്ഷ നൽകാം. ട്രയൽ അലോട്ട്മെന്റ് മെയ് 29-നും ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും നടക്കും. ജൂൺ 24-നാണ് +1 ക്ലാസുകൾ തുടങ്ങുക. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ നാളെ ഉച്ചയ്ക്ക് 3-ന് പ്രഖ്യാപിക്കും. www.result.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും PRD വെബ്സൈറ്റ് വഴിയും ഫലം അറിയാം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം റിപ്പോർട്ട് തേടി. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നും DGCA മാനദണ്ഡങ്ങൾക്കനുസരിച്ച് യാത്രക്കാർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വിമാന ജീവനക്കാർ കൂട്ടത്തോടെ അസുഖ അവധിയെടുത്തതിനെ തുടർന്ന് നിരവധി ആഭ്യന്തര, അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് മുടങ്ങിയത്. മുന്നറിയിപ്പില്ലാതെയുള്ള റദ്ദാക്കലിൽ യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശിൽ റാലികളിൽ പങ്കെടുത്തു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ശില്പശാലയിൽ കേരള പോലീസിന്റെ DYSPമാരായ ദിനിൽ JK, DK പൃഥ്വിരാജ് എന്നിവർ ക്ലാസ് എടുത്തു. പുതിയ നിയമങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി പറഞ്ഞു. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 1990-ൽ പുറത്തിറങ്ങിയ വ്യൂഹം എന്ന സിനിമയിലൂടെയാണ് സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ചത്. യോദ്ധ, ഗാന്ധർവം, നിർണയം തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു. ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവനും സഞ്ജീവ് ശിവനും സഹോദരങ്ങളാണ്.
തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉയർന്ന രാത്രി താപനിലയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പാലക്കാട് വനം പരിധിയിൽ കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ച സാഹചര്യത്തിലും തീവണ്ടി തട്ടി ആനകൾ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ടും ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കാട്ടാനകൾ എത്തുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ ജില്ലാ കളക്ടർ യോഗത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മാധ്യമപ്രവർത്തകർ വനമേഖലകളിൽ പ്രവേശിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആനകളിൽ നിന്ന് നിശ്ചിത അകലം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ആനകൾ അപകടത്തിൽപ്പെടുന്ന കൊട്ടേക്കാട് മുതൽ കഞ്ചിക്കോട് വരെയുള്ള ഭാഗത്ത് രാത്രികാലങ്ങളിൽ ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളതായി അറിയിച്ചു. റെയിൽവേ ട്രാക്കിന് സമീപം സൗരോർജ്ജ വേലി സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ റെയിൽവേ 600 സൗരോർജ്ജ വിളക്കുകളും സ്ഥാപിക്കും. AI ക്യാമറകൾ ഉപയോഗിച്ച് ആനകളുടെ സഞ്ചാരം മുൻകൂട്ടി മനസ്സിലാക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വാർഡ് 9 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 6777 വളർത്തുപക്ഷികളെ നാളെ കൊന്നുമറവ് ചെയ്യും. പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ടം തുടങ്ങിയവയുടെ ഉപയോഗവും വിപണനവും കടത്തും ഈ മാസം 16 വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. ആലപ്പുഴ ജില്ലയിൽ ഈ വർഷം ഇതുവരെ 53,455 വളർത്തുപക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കിയത്. സംസ്ഥാനത്ത് ഇടവിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി വ്യാപന സാധ്യത മുന്നിൽ കണ്ട് ഈ വരുന്ന ഞായറാഴ്ച വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യക്തികളും സ്ഥാപനങ്ങളും ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഇത് ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി വാർഷിക ആചരണത്തിന് കൊല്ലം ചവറ പന്മന ആശ്രമത്തിൽ സമാപനമായി. 100ാം സമാധി വാർഷിക ആചരണത്തിന്റെ ഭാഗമായി മഹാഗുരുവർഷം എന്ന പേരിൽ 1 വർഷം നീണ്ട പരിപാടികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ പന്മന ആശ്രമത്തിൽ നടന്ന സമാധി ശതാബ്ദി സഭ മുംബൈ രാമഗിരി ശ്രീരാമദാസാശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 4-മതും ലക്നൌ 6-മതുമാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നൽകിയ ഹർജിയിലെ കോടതി വിധി മാത്യു കുഴൽനാടൻ MLAയ്ക്കും മാധ്യമങ്ങൾക്കുമേറ്റ തിരിച്ചടിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയെയും മകളെയും കോൺഗ്രസ് അവഹേളിക്കുകയാണെന്നും പാർട്ടിയുടെ അനുമതി വാങ്ങിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പോയതെന്നും ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞു. KPCC അധ്യക്ഷനായി K സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. രാവിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണിയെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ദിരാഭവനിലെത്തി ചുമതലയേറ്റത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ K സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ MM ഹസന് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിരുന്നു. ചിന്നക്കനാൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLAയ്ക്കെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. ക്രമക്കേട് അറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയെന്നാണ് FIRൽ പറയുന്നത്. അതേസമയം ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 45 പോയിന്റ് ഇടിഞ്ഞ് 73,466ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി മാറ്റമൊന്നുമില്ലാതെ 22,302ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഇക്കുറി വിജയ ശതമാനം 99.69. പരീക്ഷാ രീതിയിൽ അടുത്ത വർഷം മുതൽ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി VHSE പരീക്ഷാ ഫലങ്ങൾ നാളെ പ്രഖ്യാപിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിൽ റിപ്പോർട്ട് തേടി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.